മുൻപത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന്റെ പ്രതികരണം ഇന്നും വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇരുന്ന കാലത്താണല്ലോ ഈ സ്വർണ്ണപ്പാളിയുടെ ആദ്യ നവീകരണം നടന്നത്. പ്രതികരണം ഈ രീതിയിലാണ് വന്നത്. ഏത് അന്വേഷണവും സ്വാഗതം ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നവീകരണത്തിന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി പ്രദർശനത്തിന് വെക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരാണ് അധികാരം നൽകിയത് എന്നുകൂടി പത്മകുമാർ ചോദിക്കുന്നുണ്ട്. ശരിയാണ്, ആരാണ് അധികാരം നൽകിയത് എന്നതിനെ സംബന്ധിച്ചുള്ള ഉത്തരം ഈ മനുഷ്യരിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടത്. 44 കിലോ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നു. 38 കിലോയെ തിരിച്ചു വന്നുള്ളൂ. 6 കിലോ സ്വർണം കാണാനില്ല. ഇതൊരു ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞ അഭിപ്രായമാണ്. യഥാർത്ഥത്തിൽ ഇത് ചെമ്പ് അന്നേരമാണ് ഞാൻ പറഞ്ഞത് ചെമ്പ് പാളിയാണ്. പാളി ചെമ്പ് തന്നെയാണ്. അത് പൂശുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ വെളിയിൽ കൊണ്ടുപോയതല്ലല്ലോ, അതിന് മുമ്പേ അവൻ മറ്റേ ഇത് ചെയ്തല്ലോ. പാളി തന്നെ മാറ്റി എന്നുള്ള സംശയങ്ങളാണ് പുറത്തു വരുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് അയാൾ ചെയ്തിട്ടുള്ളതെന്നുള്ളത് നോക്കണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ കൃത്യമായി എൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. അക്കാര്യത്തിലൊന്നും ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന് ഞാൻ പറയാൻ കാര്യം അതാണ്. എൻ്റെ ഭാഗത്തൊരു തെറ്റില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ്.